നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാതയിൽ ചെറുവത്തൂർ മട്ടലായിൽ കാണപ്പെട്ട വിള്ളൽ പ്രത്യേക ഉദ്യോഗസ്ഥ സംഘം പരിശോധന നടത്തി. സംഭവത്തിൽ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. പ്രതിഷ്ഠിത വരനരികിൽ പ്രഫുല്ലയ്ക്കും അന്ത്യനിദ്ര. മകളുടെ അന്ത്യാഭിലാഷം നിറവേറ്റി കുടുംബം. കാസർഗോഡ് കീതൂർ കുണ്ടെങ്കരടുക്കയിലെ വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കാണപ്പെട്ട പ്രതിഷ്ഠിത വധു പ്രഫുല്ലയുടെ മൃതദേഹം തമിഴ്നാട് തിരുനെൽവേലി വള്ളിയൂർ ഗ്രാമത്തിൽ സംസ്കരിച്ചു. പാചകവാതക വില വർധനവിനെതിരെ INTUCU കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. INTUCU ജില്ലാ പ്രസിഡന്റ് PG ദേവ് ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ നിന്നും ഉജ്ജ്വല വിജയം നേടിയ LDF സ്ഥാനാർത്ഥി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുത്തി വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി. കാഞ്ഞങ്ങാട് നഗരസഭ തീർത്ഥങ്കര 28-ാം വാർഡിൽ മഴക്കാല പൂർവ്വ ശുചീകരണം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരത്തെ ഹൊസങ്കടി ആനക്കൽ പ്രധാന റോഡ് യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. റോഡിന് ഇരുവശവുമുള്ള വൻമരങ്ങളും അവയുടെ ചില്ലകളും അപകടകരമായ രീതിയിൽ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നതാണ് യാത്രക്കാരെ ഭീതിയിലാഴ്ത്തുന്നത്. ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം നൽകുന്നതിന്റെ ഭാഗമായി കേരള വിഷന്റെ നേതൃത്വത്തിൽ ടെക്നിക്കൽ സെമിനാർ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിൽ വെച്ച് നടന്ന സെമിനാർ കേരള വിഷൻ ഡയറക്ടർ M ലോഹിതാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ദേശീയപാതയിൽ ചെറുവത്തൂർ മട്ടലായിൽ കാണപ്പെട്ട വിള്ളൽ പ്രത്യേക ഉദ്യോഗസ്ഥ സംഘം പരിശോധന നടത്തി. സംഭവത്തിൽ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. പിലിക്കോട് മട്ടലായിൽ ദേശീയപാത നിർമ്മാണ വേളയിൽ പാർശ്വഭിത്തിയിലും റോഡിലുമായി വിള്ളൽ കാണപ്പെട്ട സംഭവത്തിൽ പരിശോധന നടത്തി അടിയന്തിരമായി റിപ്പോർട്ട് നൽകുന്നതിന് കാസർഗോഡ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിയോഗിച്ച അന്വേഷണ സംഘമാണ് ചൊവ്വാഴ്ച പിലിക്കോട്ടെത്തിയത്. അതേസമയം 30 അടിയോളം താഴ്ചയിൽ നിന്ന് കോൺക്രീറ്റ് ഭിത്തി കെട്ടിയുയർത്തി വേഗത്തിൽ ചരൽമണ്ണ് നിറച്ച ശേഷം യന്ത്രങ്ങൾ ഉപയോഗിച്ച് അമർത്തിയതാണ് പാർശ്വഭിത്തി തെന്നിമാറി വിള്ളൽ രൂപപ്പെടുകയും റോഡിൽ വിള്ളൽ ഉണ്ടാകുവാൻ കാരണമായതുമെന്നുമാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. സംഭവം നടന്ന സ്ഥലം നിർമ്മാണ വിദഗ്ധർ ഉൾപ്പെടുന്ന ഉന്നതതല സംഘം സന്ദർശിക്കുവാനും അതുവരെ വിള്ളലുണ്ടായ ഭാഗത്തുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനുമാണ് സംഘം തയ്യാറാക്കുന്ന നിർദ്ദേശങ്ങളിൽ ഉയർന്നത്. ജനങ്ങൾ ആശങ്കപ്പെടാതിരിക്കുവാനും ഇക്കാര്യം അനിവാര്യമാണ്. ഹൊസ്ദുർഗ് തഹസിൽദാർ PK പ്രേമാനന്ദ്, കാഞ്ഞങ്ങാട് RDOയുടെ പ്രതിനിധി സീനിയർ സൂപ്രണ്ട് EM ബിജു, ഡെപ്യൂട്ടി തഹസിൽദാർ PV തുളസിരാജ്, സോയൽ കൺസർവേഷൻ ഓവർസിയർമാരായ K നജിബുദ്ദീൻ, N റംല, മൈനിംഗ് ആൻഡ് ജിയോളജി അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് L അജിത്, K അമൃത, ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ MV ശ്രീജു, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ M വിജയൻ, പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ S സുനിൽകുമാർ, ഷാജി തയ്യിൽ, പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി V മധുസൂദനൻ, ചെറുവത്തൂർ പഞ്ചായത്ത് സെക്രട്ടറി GS അരുണിമ, കരാർ കമ്പനി പ്രതിനിധികൾ എന്നിവരാണ് പങ്കെടുത്തത്. തുടർന്ന് പിലിക്കോട് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E കുഞ്ഞിരാമൻ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു. ദേശീയപാതയോട് ചേർന്നുള്ള ഓവുചാലുകളുടെ നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നും പിലിക്കോട് മട്ടലായി ശിവക്ഷേത്രത്തിന് തെക്ക് ഭാഗത്തായി ഓവുചാലിനോട് ചേർന്ന് വെള്ളം കുത്തിയൊലിച്ച് വന്ന് തൊട്ടടുത്ത വീടുകളിലുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ഒഴിവാക്കുവാൻ നടപടി വേണമെന്ന ആവശ്യവും ജനപ്രതിനിധികൾ യോഗത്തിൽ ഉന്നയിച്ചു. പിലിക്കോട് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ രമേശൻ കുറുവാട്ടിൽ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV ചന്ദ്രമതി, സ്ഥിരം സമിതി അധ്യക്ഷ N രവീന്ദ്രൻ, MK ഹരിദാസ്, K ഹേമാംബിക, പഞ്ചായത്ത് അംഗങ്ങളായ A ഭാസ്കരൻ, V ലീന തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. മട്ടലായി സന്ദർശിച്ച ഉന്നത ഉദ്യോഗസ്ഥ സംഘം സംഭവം സംബന്ധിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് നൽകും. ബന്ധപ്പെട്ടുകൊണ്ട് മട്ടലായി അതുപോലെ തന്നെ കാലിക്കട് ഭാഗങ്ങളിൽ ഇപ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഉയർന്നു വന്നിട്ടുള്ള ഈ ആശങ്ക അടിയന്തരമായിട്ട് പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. മട്ടലായി ഭാഗത്താണെന്നുണ്ടെങ്കിൽ ദേശീയപാതയിൽ അതിൻ്റെ പൂർത്തീകരിച്ചു എന്ന് പറയപ്പെടുന്ന ഭാഗത്ത് ഇപ്പോൾ വിള്ളൽ വന്നിരിക്കുകയാണ്. സർവീസ് റോഡിൻ്റെ സൈഡ് വാളിലും കോൺക്രീറ്റിൽ വിള്ളൽ കണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എല്ലാം കുറ്റമറ്റതായിട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നടപടി ദേശീയപാതയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അതേ അവസരത്തിൽ തന്നെ ഈ റോഡിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള വെള്ളക്കെട്ട് ഇപ്പോഴത് കാടുവക്കാട് മഞ്ഞത്തൂർ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അത്
ആ വെള്ളത്തിന് പോകാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഒന്നുകിൽ അവിടെ ഡ്രെയിനേജ് ദേശീയപാതക്ക് കുറുകെ ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്രമീകരണങ്ങൾ അതിനുണ്ടാകണം. ഇല്ലെങ്കിൽ ആ വെള്ളക്കെട്ട് വീടുകളിലേക്കും അതുപോലെ തന്നെ മറ്റു ഭാഗങ്ങളിലേക്കാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേ വിഷയം തന്നെയാണ് കാലിക്കടവിൽ കഴിഞ്ഞ ഇത് നിർമ്മാണം ആരംഭിച്ചതിന് മുതൽ തന്നെ വലിയ നിലയിലേക്കുള്ള വെള്ളക്കെട്ടാണ്. അവിടെ ഡ്രെയിനേജ് പൂർത്തീകരിച്ചിട്ടില്ല. അത് പൂർത്തീകരിക്കണമെന്ന് പഞ്ചായത്തും അതുപോലെ തന്നെ നാട്ടുകാരും നിരവധി പ്രാവശ്യം കരാർ കമ്പനിയോട് ആവശ്യപ്പെട്ടിട്ടും അത് പൂർത്തീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പ്രതിഷ്ഠിത വരനെ അരികിൽ പ്രഫുല്ലയ്ക്കും അന്ത്യനിദ്ര. മകളുടെ അന്ത്യാഭിലാഷം നിറവേറ്റി കുടുംബം. കാസർഗോഡ് കീതൂർ കുണ്ടേങ്കരടുക്കയിലെ വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കാണപ്പെട്ട പ്രതിഷ്ഠിത വധു പ്രഫുല്ലയുടെ മൃതദേഹം തമിഴ്നാട് തിരുനെൽവേലി വെള്ളിയൂർ ഗ്രാമത്തിൽ സംസ്കരിച്ചു. വാഹനാപകടത്തിൽ മരിച്ച പ്രതിശ്രുത വരന് അരികിൽ തന്നെയും സംസ്കരിക്കണമെന്ന പ്രതിശ്രുത വധുവിന്റെ അന്ത്യാഭിലാഷം നിറവേറ്റി പിതാവും കുടുംബവും. കഴിഞ്ഞ ദിവസം കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കിതൂർ കുണ്ടങ്കേരടുക്കയിലെ വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കാണപ്പെട്ട പ്രതിശ്രുത വധു പ്രഫുല്ലയുടെ മൃതദേഹം തമിഴ്നാട് തിരുനെൽവേലി വള്ളിയൂർ ഗ്രാമത്തിൽ സംസ്കരിച്ചു. ബാങ്ക് ജീവനക്കാരനായ തിരുനെൽവേലി സ്വദേശി മണിയും പ്രഫുല്ലയും തമ്മിലുള്ള വിവാഹ നിശ്ചയം 4 മാസം മുമ്പാണ് നടന്നത്. മഴക്കാലം കഴിഞ്ഞ ശേഷം വിവാഹം നടത്താനായിരുന്നു ഇരുവരുടെയും വീട്ടുകാരുടെ തീരുമാനം. കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് 1 മാസം മുമ്പുണ്ടായ ബൈക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മണി 10 ദിവസം മുമ്പ് മരണപ്പെട്ടത്. മണിയുടെ സംസ്കാര ചടങ്ങിൽ പ്രതിശ്രുത വധുവായ പ്രഫുല്ലയും കുടുംബവും പങ്കെടുത്തിരുന്നു. നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം പ്രഫുല്ല ദുഃഖിതയായിരുന്നു. ഇതിനു പിന്നാലെയാണ് പ്രഫുല്ലയെ ഞായറാഴ്ച വൈകുന്നേരത്തോടെ വീട്ടിനകത്ത് ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സമീപത്തു നിന്നും പ്രഫുല്ല എഴുതിയ ആത്മഹത്യാക്കുറിപ്പും കണ്ടെടുത്തിരുന്നു. തന്റെ മൃതദേഹം പ്രതിശ്രുത വരനായ മണിയുടെ അരികിൽ സംസ്കരിക്കണമെന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിരുന്നത്. ഇക്കാര്യം പ്രഫുല്ലയുടെ വീട്ടുകാർ മണിയുടെ വീട്ടുകാരെ അറിയിച്ചു. ഇരു കുടുംബക്കാരും പ്രതിശ്രുത വധുവിന്റെ അന്ത്യാഭിലാഷം സഫലമാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ആംബുലൻസിൽ തമിഴ്നാട്ടിലെ മണിയുടെ നാട്ടിൽ എത്തിക്കുകയായിരുന്നു. പിതാവ് ജയാനന്ദ, സഹോദരൻ പ്രമോദ്, മുൻ പഞ്ചായത്തംഗം രവിരാജ്, ബന്ധുവായ ലോകേഷ് എന്നിവർ മൃതദേഹത്തെ അനുഗമിച്ചു. ആചാരപരമായ ചടങ്ങുകളോടെയാണ് മണിയുടെ കുഴിമാടത്തിനരികിൽ പ്രഫുല്ലയെയും സംസ്കരിച്ചത്. ചടങ്ങിൽ പങ്കെടുത്തവരെയെല്ലാം കണ്ണീരണിയിച്ചുകൊണ്ടാണ് പ്രഫുല്ല ഒരിക്കലും തിരിച്ചു വരാത്ത ലോകത്തേക്ക് യാത്രയായത്. റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പാചകവാതക വില വർധനവിനെതിരെ INTUCU കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. INTUCU ജില്ലാ പ്രസിഡന്റ് PG ദേവ് ഉദ്ഘാടനം ചെയ്തു. പശ്ചിമേഷ്യ യുദ്ധത്തിന്റെ മറവിൽ കേന്ദ്ര ഗവൺമെന്റ് പാചകവാതക വില വർദ്ധിപ്പിച്ചതുമൂലം പല ഹോട്ടലുകളും വാണിജ്യ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ അമിത വില വർധനവ് മൂലം വ്യാപാരം നടക്കാത്ത അവസ്ഥയാണുള്ളത്. അന്യസംസ്ഥാന തൊഴിലാളികളിൽ പലരും ജോലി ഉപേക്ഷിച്ച് നാടുവിടുകയാണ്. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനും പൂർത്തിവയ്പും കരിഞ്ചന്തയും തടയുന്നതിനും കേന്ദ്ര ഗവൺമെന്റ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ചാണ് INTUC സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത്. പ്രതിഷേധ മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. നമസ്കാരം.
തുടർന്ന് നടന്ന ധർണാ സമരം INTUC ജില്ലാ പ്രസിഡന്റ് PG ദേവ് ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദിയുടെ സാമ്പത്തിക അടിയന്തരാവസ്ഥ ജനം പുച്ഛിച്ച് തള്ളുമെന്ന് PG ദേവ് പറഞ്ഞു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ന് പ്രഖ്യാപിച്ച സാമ്പത്തിക അടിയന്തരാവസ്ഥയും ലോക്ക്ഡൌണും രാജ്യത്തെ തൊഴിലാളികളെയും സാധാരണക്കാരെയും വഞ്ചിച്ചു മുതലാളിത്ത സമൂഹത്തിന് ഇന്ത്യയെ അടിയറവ് വയ്ക്കാനുള്ള ഗൂഢശ്രമത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം ആരോപിച്ചു. സാധാരണക്കാരനെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിനും അനുകൂലമായ ഒരു തീരുമാനവും ഈ ഗവൺമെന്റ് എടുക്കുന്നില്ലെന്ന് മാത്രമല്ല, സാധാരണക്കാരനെ, പാവപ്പെട്ടവരെ, കൃഷിക്കാരനെ ബുദ്ധിമുട്ടിക്കുന്ന സമീപനങ്ങൾ മാത്രമാണ് ഇവര് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് നമ്മുടെ രാജ്യം സാമ്പത്തികമായി കുതിക്കുകയാണ്, ലോകരാജ്യങ്ങളുടെ മുമ്പിൽ 4-മോ 5-മോ സ്ഥാനത്തേക്ക് വളർന്നു എന്നാണ്. 4-5 സ്ഥാനത്തേക്ക് വളരുമ്പോൾ ഇവിടുത്തെ പാവപ്പെട്ടവരുടെ സ്ഥിതിയാണെന്ന് എന്താണ് എന്ന് ഇവർ ആലോചിക്കുന്നുണ്ടോ? ഇവിടെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ജോലിയില്ല. നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ പാവപ്പെട്ടവന് ആശ്വാസമായി കോവിഡ് കാലത്ത് പട്ടിണി മരണം രാജ്യത്ത് ഒഴിവാക്കിയ, പട്ടിണി മരണം ഇല്ലാതാക്കിയ തൊഴിലുറപ്പ് പദ്ധതി ഇന്ന് പുതിയ രീതിയിൽ അവർ അവതരിപ്പിക്കുന്നു. മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റി എന്ന് മാത്രമല്ല, അതിന്റെ അലകും പിടിയും മാറ്റി അവരെ ആ തൊഴിലുറപ്പ് പദ്ധതി നശിപ്പിക്കുന്ന നിലയിലേക്ക് എത്തിക്കുക. അവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ നാട്ടിൽ പാവപ്പെട്ടവന് വേണ്ടി ഒരു നിലപാടുകൾ സ്വീകരിക്കുന്നില്ല. BJPയുടെ ഗവൺമെന്റ് അദാനിക്കും അംബാനിക്കും വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു. ഇതിനെതിരെ വളരെ ശക്തമായി നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ വീണ്ടും അവര് ഇതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു എന്നുള്ള നിലയ്ക്ക് കൂടുതൽ കഷ്ടപ്പാടുകൾ തൊഴിലാളികൾക്ക് എല്ലാം അടിച്ചേൽപ്പിച്ച് അവർ മുന്നോട്ട് പോകുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തീർച്ചയായും കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ തൊഴിലാളി നയങ്ങൾക്കെതിരായാണ് നമ്മൾ ഈ സമരം നടത്തുന്നത്. അത് നാട്ടുകാർക്ക് വേണ്ടിയുള്ള സമരമാണ്, ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം നടത്തുന്ന സമരമല്ല. ഈ സമരം വിജയിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഹോർമോസ് കടലിടുക്കിലെ പ്രശ്നങ്ങളാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. അത് പരിഹരിക്കാൻ നമുക്ക് ബാധ്യതയില്ലേ? ഇവിടെ ഇപ്പോ ഇസ്രായേലും പിന്നെ അതുപോലെ ലെബനനും അടക്കമുള്ള രാജ്യങ്ങളിൽ നടക്കുന്ന യുദ്ധം അത് അവസാനിപ്പിക്കാൻ ഇവർ നോക്കുന്നില്ല. നേരെ മറിച്ച് പാകിസ്ഥാനാണ് ഇപ്പൊ മധ്യസ്ഥം പറയുന്നത്. നമുക്കൊക്കെ നാണക്കേടല്ലേ? അപ്പൊ അതുകൊണ്ട് ഇന്ന് രാജ്യത്തിന്റെ അഭിമാനം തന്നെ അപകടത്തിലായിരിക്കുന്ന ഒരു അവസരത്തിലാണ് നമ്മളിപ്പോ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോ ഈ കേന്ദ്ര ഗവൺമെന്റ് തെറ്റായ നടപടികൾക്കെതിരായ ശക്തമായ പോരാട്ടം തുടരേണ്ടതായിട്ടുണ്ട്. ഇതൊരു തുടക്കമാണ്. ഇവിടെ മുദ്രാവാക്യത്തിൽ പറഞ്ഞതുപോലെ ഇതൊരു തുടക്കമാണ്. അതിരൂക്ഷമായ സമരത്തിലൂടെയിലേക്ക് നമ്മൾ പോകേണ്ടി വരും. TV കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. N ഗംഗാധരൻ, തോമസ് സെബാസ്റ്റ്യൻ, CV ഭാവനൻ, അർജുനൻ തായലങ്ങാടി, സമീറ ഖാദർ, പവിത്രൻ സി നായർ, മാധവൻ നായർ MK, MB പത്മനാഭൻ, ബിജു ജോൺ, സിജി ടോണി, സത്യൻ ശിവപ്പള, BP മഹാരാജ്, സുരേഷ് കുമാർ ചീമേനി, അബ്ദുൾ റസാഖ്, പുരുഷോത്തമൻ നായർ, A കുഞ്ഞമ്പു, P ബാലകൃഷ്ണൻ, ചന്തുക്കുട്ടി പുഴുതല, ഷാഹുൽ ഹമീദ്, പുഷ്പലത തച്ചങ്ങാട്, BM ഹമീദ്, രത്നാകരൻ കാറടുക്ക, അബൂബക്കർ തുരുത്തി, വിജേഷ് ബന്തെടുക്ക, ഹരീന്ദ്രൻ ഇറക്കോടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ നിന്നും ഉജ്ജ്വല വിജയം നേടിയ LDF സ്ഥാനാർത്ഥി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുത്തി വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിൽ നിന്നും LDF സ്ഥാനാർത്ഥിയായി ഉജ്ജ്വല വിജയം കരസ്ഥമാക്കിയ നിയുക്ത MLA ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ വോട്ടർമാരോട് നന്ദി രേഖപ്പെടുത്തി. വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി. ചേടി റോഡിൽ നിന്നും ആരംഭിച്ച പര്യടനം LDF ജില്ലാ കൺവീനർ KP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരളം ഏറ്റവും ഹൃദയത്തിലേക്കിയ ഇടതുപക്ഷത്തിന്റെ 2 വികസനമാണ്. അതിന്റെ പാലത്തിന് എത്ര കോടി? 12,000 ജനസംഖ്യയുള്ള ജീവിതം കേട്ടോ. 12,000 100 കോടി. അത് എവിടെയൊക്കെ 160 കോടി അതിന് കൊടുക്കുമോ? ഈ സർക്കാർ കൊടുത്തു. കാരണം ജനസംഖ്യ പങ്കിടാനും താങ്ങില്ല. എത്രയോ അമ്മ പ്രസവ പോയപ്പോ അമ്മയും കുഞ്ഞിയും വെച്ച് 106 കോടിയുടെ പാലം ജനസംഖ്യ അങ്ങനെ കൊടുത്തില്ലേ? വലിയ പഞ്ചായത്ത് 14,000 ജനസംഖ്യ 200 കോടിയാണ്. 200 crores 200 കോടി FSI വളരെ മാറ്റാം. ഈസിയാണ്. തക്കാം തിരുവമ്പാടി തോറ്റു. അടയാൻ തുടങ്ങിയൊക്കെ 2,300 കോടി. കണ്ണു തുറക്കേണ്ടതാണ്. 2,300 കോടിയാണ്. കേട്ടാ ചാൻസ്. 200 കോടി. 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 200
വയനാട്ടിൽ മഴ നിർത്തണം. മഴ നിർത്തണം പറഞ്ഞാൽ ഇവിടെ തലക്ക് മൂത്രവെച്ചിട്ടുണ്ടോ? സി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കെ രാജ്മോഹൻ, കെ വി കൃഷ്ണൻ, മുൻ MLA എം കുമാരൻ, PT നന്ദകുമാർ, PP രാജു, അഡ്വക്കേറ്റ് കെ വി രാമചന്ദ്രൻ, നഗരസഭാ കൗൺസിലർ KM മിനി എന്നിവർ സംബന്ധിച്ചു. M അനന്തൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് നഗരസഭ തീർത്ഥങ്കര 28-ാം വാർഡിൽ മഴക്കാല പൂർവ്വ ശുചീകരണം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് നഗരസഭയിലെ തീർത്ഥങ്കര 28-ാം വാർഡിലാണ് 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന മഴക്കാല പൂർവ്വ ശുചിത്വ കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ശുചിത്വ കർമ്മ പരിപാടി തീർത്ഥങ്കര 28-ാം വാർഡ് കൗൺസിലർ PV മണിയുടെ അധ്യക്ഷതയിൽ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും ഒന്നിച്ചു നിന്നാൽ നമുക്ക് സംസ്ഥാന കേന്ദ്ര അംഗീകാരങ്ങളെല്ലാം നേടിയെടുക്കാൻ വേണ്ടി കഴിയും. നമ്മുടെ നാടാകെ ശുചിത്വമാകും. നമ്മുടെ പുതിയ തലമുറ ഇതിനോട് പൂർണ്ണമായും ഒന്നും വലിച്ചെറിയരുത്, വേസ്റ്റുകളൊന്നും വേസ്റ്റ് തരൂ, കാശ് തരാമെന്നാണ് നമ്മുടെ ഉത്തരവാദിത്വം. അപ്പോൾ മാലിന്യം നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് മാലിന്യമുക്തമായ ഒരു നാടാക്കി നമ്മുടെ നാടിനെ മാറ്റണം. അതിന് നമ്മളെല്ലാം ഒന്നിച്ച് നിൽക്കണം. കാഞ്ഞങ്ങാട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ജനകീയ ഭരണമാണ് ഉദ്ദേശിക്കുന്നത്. വൃത്തിയുള്ള വാർഡിന് മികച്ച സമ്മാനങ്ങൾ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ക്യാഷ് പ്രൈസ് ഉൾപ്പെടെ മികച്ച സമ്മാനങ്ങളാണ് ഇതിനകം തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. തീർത്ഥങ്കര വാർഡും ആ നിലയിലേക്ക് വളർന്നു വരാൻ, ആ സമ്മാനങ്ങളെല്ലാം കരസ്ഥമാക്കാൻ ജനങ്ങളുമായി ഏറ്റവും അടുത്ത് ബന്ധപ്പെടുത്തി എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് ഈ വാർഡിനെ കാഞ്ഞങ്ങാട് നഗരസഭക്കകത്തെ ഏറ്റവും ശുചിത്വമുള്ള വാർഡാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിൻ്റെ ഒരു തുടക്കമാകട്ടെ ഇന്നത്തെ ശുചീകരണ പ്രവൃത്തി എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പരിപാടി പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നമ്മളെല്ലാവരും ചേർന്ന് ഇന്നത്തെ ഈ ശുചിത്വ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. അഭിവാദനം. മരക്കാപ്പ് കടപ്പുറം പ്രാഥമിക ആരോഗ്യ കേന്ദ്രം JHI P പ്രമോദ് മഴക്കാല സാംക്രമിക രോഗങ്ങളെക്കുറിച്ചും മുൻകരുതലുകളെക്കുറിച്ചും ക്ലാസ് എടുത്തു. മുൻ കൗൺസിലർ MM നാരായണൻ, പൊതുപ്രവർത്തകൻ വെങ്ങാട്ട് ശശി എന്നിവർ സംസാരിച്ചു. പൊതു ഇടങ്ങളിലായിരുന്നു ഇന്നത്തെ ശുചീകരണം. വാർഡ് ശുചിത്വ സമിതി, ക്ലബ്ബുകൾ, യുവജന സംഘടനകൾ, പുരുഷ സംഘം, കുടുംബശ്രീ, ഹരിതകർമ്മസേന, സന്നദ്ധ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ ശുചീകരണ പ്രവർത്തനത്തിൽ കൈകോർത്തു. ആശാവർക്കർ പ്രീതി സുധാകരൻ സ്വാഗതവും ഹരിതകർമ്മസേനാംഗം ലക്ഷ്മി നന്ദിയും പറഞ്ഞു. വരും ദിവസങ്ങളിൽ മത്സരാടിസ്ഥാനത്തിൽ വീടുകൾ ശുചീകരിക്കുന്നതിനും ആകർഷകമായ സമ്മാനങ്ങളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. വാർഡിലെ വീടും പരിസരവും വൃത്തിയായി ശുചീകരിക്കുന്ന 3 വീടുകൾക്ക് സമ്മാനങ്ങൾ നൽകുമെന്ന് കൗൺസിലർ PV മണി അറിയിച്ചു. വീടുകളിലെ മലിനജലം ഒഴുക്കി പോകുന്ന സ്ഥലങ്ങൾ, കക്കൂസ് ടാങ്കുകളിൽ ഉള്ള വിള്ളൽ എയർ പൈപ്പ് വൃത്തിയാക്കൽ, വീടുകളിലെ റിംഗ് കമ്പോസ്റ്റ് ടാങ്കുകൾ കൃത്യമായി പരിപാലിക്കുന്നവർ, വീടിന്റെ പരിസരത്ത് അലക്ഷ്യമായി കൂട്ടിയിട്ടിരിക്കുന്ന പാഴ്വസ്തുക്കൾ ഒതുക്കി വൃത്തിയാക്കി വെക്കുന്നവർ, ഇതൊക്കെ പരിശോധിച്ചിട്ടാണ് വിജയികളെ തിരഞ്ഞെടുക്കുന്നത്. മെയ് 17-ാം തീയതി 6 മണിക്ക് മുമ്പായി വീടുകൾ ശുചീകരിച്ച് വീട്ടു നമ്പറും ഫോട്ടോയും അയച്ചു നൽകണം. വാർഡിലെ വ്യാപാര സ്ഥാപനങ്ങളും പരിസരവും 18-ാം തീയതി ശുചീകരിക്കുവാൻ സ്ഥാപന ഉടമകൾക്ക് നിർദ്ദേശം നൽകും. മെയ് 20 മുതൽ 24 വരെയുള്ള ദിവസങ്ങളിൽ കാർഷിക കോളേജ്, നെഹ്റു കോളേജ്, കണിച്ചിറ മർക്കസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, തീർത്ഥങ്കര ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, അനന്തംപള്ള അംഗൻവാടി എന്നിവ PTA, വിദ്യാർത്ഥികൾ എന്നിവരുടെ സഹകരണത്തോടെ ശുചീകരണം നടത്തും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മഞ്ചേശ്വരത്തെ ഹൊസങ്കടി ആനക്കൽ പ്രധാന റോഡ് യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. റോഡിന് ഇരുവശവുമുള്ള വൻമരങ്ങളും അവയുടെ ചില്ലകളും അപകടകരമായ രീതിയിൽ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നതാണ് യാത്രക്കാരെ ഭീതിയിലാഴ്ത്തുന്നത്. പലയിടങ്ങളിലും ഹൈ വോൾട്ടേജ് വൈദ്യുത ലൈനുകൾക്കിടയിലൂടെയാണ് മരച്ചില്ലകൾ പടർന്നു നിൽക്കുന്നത്. കഴിഞ്ഞ കാലവർഷത്തിൽ മരങ്ങൾ കടപുഴകി വീണ് നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും യാത്രക്കാർ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. മഴക്കാലം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ശക്തമായ കാറ്റിൽ മരങ്ങൾ വീണാൽ വലിയ ജീവഹാനിക്ക് സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നു. ബസ്സുകളും ലോറികളും കടന്നു പോകുമ്പോൾ മരച്ചില്ലകളിൽ തട്ടി അപകടമുണ്ടാകുന്നത് പതിവായിട്ടും പൊതുമരാമത്ത് വകുപ്പോ KCBയോ നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്.
ദുരന്തങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചുമാറ്റാൻ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം നൽകുന്നതിന്റെ ഭാഗമായി കേരള വിഷന്റെ നേതൃത്വത്തിൽ ടെക്നിക്കൽ സെമിനാർ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിയിൽ വെച്ച് നടന്ന സെമിനാർ കേരള വിഷൻ ഡയറക്ടർ എം ലോഹിതാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും ഉപഭോക്താക്കൾക്ക് മികച്ച അനുഭവം നൽകുന്നതിനും വേണ്ടി സാങ്കേതിക വിദ്യയിലുള്ള മാറ്റങ്ങളെക്കുറിച്ചും പുതിയ അപ്ഡേറ്റുകളെക്കുറിച്ചും കേബിൾ TV ഓപ്പറേറ്റർമാരും ജീവനക്കാരുമായി ടെക്നിക്കൽ സെമിനാർ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിയിൽ നടന്ന സെമിനാർ കേരള വിഷൻ ഡയറക്ടർ എം ലോഹിതാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് രാജ്യത്ത് കേബിൾ TV രംഗത്ത് കേരള വിഷൻ ബാക്കിയുള്ളവർക്ക് നമ്മൾ ഓപ്പറേറ്റർമാരോട് പറഞ്ഞു, ജീവനക്കാർ നമ്മൾ എത്രയോ കാലത്തിന് ശേഷം പങ്കെടുക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. രാജ്യത്ത് കേബിൾ TV രംഗത്ത് ഇന്ന് കേരള വിഷന്റെ സ്ഥാനം 4ാം സ്ഥാനത്താണ്. ഡിജിറ്റൽ കേബിൾ TV രംഗത്ത്, ബ്രോഡ്ബാൻഡ് രംഗത്ത് 6ാം സ്ഥാനത്താണ് കേരള വിഷൻ പ്രവർത്തിക്കുന്നത്. റൂറൽ ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയിൽ കേരള വിഷന്റെ സ്ഥാനം 2ാം സ്ഥാനത്താണ്. സമസ്ത മേഖലകളിലും കേരള വിഷൻ കേരളത്തിൽ 1ാം സ്ഥാനത്താണ് പ്രവർത്തിക്കുന്നത്. ഇന്ന് ഇതിനോടകം തന്നെ ഡിജിറ്റൽ കേബിൾ TV രംഗത്ത് 30 ലക്ഷം കണക്ഷനും ഇന്റർനെറ്റ് കണക്ഷൻ രംഗത്ത് 14 ലക്ഷം കണക്ഷനുമായി അനുസ്യൂതമായ ജൈത്രയാത്രയാണ് കേരള വിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് ലക്ഷം കോടി മുതൽ മുടക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വൻകിട കോർപ്പറേറ്റ് കമ്പനികളെ കേരളത്തിൽ പ്രവർത്തിക്കാൻ ഒരു അവസരവും നൽകാത്ത തരത്തിലുള്ള ഒരു മികവാണ് കേരള വിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സേവനങ്ങളെല്ലാം തന്നെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും ഉപഭോക്താക്കൾക്ക് മികച്ച അനുഭവം നൽകുന്നതിനും പുതിയ മാറ്റങ്ങളെക്കുറിച്ചും പുതിയ അപ്ഡേറ്റുകളെക്കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇത്തരത്തിലുള്ള ഒരു ട്രെയിനിങ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് VV മനോജ് കുമാർ സംസാരിച്ചു. CCN ഡയറക്ടർ വിനോദ് P സ്വാഗതവും കാഞ്ഞങ്ങാട് മേഖലാ സെക്രട്ടറി പ്രകാശ് P നന്ദിയും പറഞ്ഞു. കേരള വിഷൻ എക്സ്ട്രാ എന്റർടൈൻമെന്റ് മാജിക് DG ഹെൽപ്പ് ഡെസ്ക് ടൂറിസം ടേണിംഗ്സ് തുടങ്ങി വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് രാജേഷ് VA, ഡാനിയൽ വജി, സജീവ് കുമാർ, രാഹുൽ ഡിശാൽ ആന്റണി തുടങ്ങിയവർ ക്ലാസ് എടുത്തു. ഇത് ജസ്റ്റ് ഈ OTT സംവിധാനമായിട്ട് ബന്ധപ്പെട്ട ആരൊക്കെയാണ് മേജർ പ്ലേയേഴ്സ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി കാണിച്ചു എന്നേ ഉള്ളൂ. ഇത് കണക്ക് അത്ര വലിയ കാര്യമായിട്ട് നോക്കേണ്ട കാര്യമില്ല എന്ന് ചുരുക്കം. OTT എന്ന് പറയുമ്പോൾ പലർക്കും എന്താണ് OTT, എന്താണ് ലൈവ് TV എന്നുള്ളത് ഇപ്പോഴും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത് പലർക്കും സംശയമുണ്ട്. നമ്മുടെ കേബിൾ TVയുടെ ചരിത്രം തന്നെ നോക്കിക്കഴിഞ്ഞാൽ 1990കളുടെ തുടക്കത്തിലാണ് കേബിൾ TV എന്നുള്ളൊരു സംവിധാനം നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത്. വരുന്ന 2 മാസത്തിനുള്ളിൽ കേബിൾ TV സർവീസുകൾ മുഴുവനും ഡിജിറ്റൽ സെറ്റ് ഓഫ് ബോക്സ് വഴി ലഭ്യമാക്കുന്നതിനും ഉപഭോക്താക്കൾക്ക് TV എനിവർ എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മുഴുവൻ പ്രോഗ്രാമുകളും മൊബൈൽ ഫോണിലേക്കും സർവീസുകൾ ലഭ്യമായി തുടങ്ങുന്ന പദ്ധതിയെക്കുറിച്ചും സെമിനാറിൽ ചർച്ച ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരു ഇടവേള. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻ ബൈ ഷോപ്പിംഗ് ഔട്ട്ലെറ്റ്. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേക്കുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുകോൺ. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്.
ഇന്റീരിയറുകളുടെ വിസ്മയം, ഗ്ലാസ് വർക്കുകളുടെ ചടുലത ആരെയും ചുവട് വയ്പ്പിക്കും. ഈ കിച്ചൺ ക്യാബിനറ്റുകൾ കുക്കിംഗ് ഒരനുഭവമാക്കും. ദ ഹാപ്പിയസ്റ്റ് ഫാമിലി. ബെഡ്റൂം ഇന്റീരിയർ, വാതിലുകൾ സുന്ദരമായ സ്വകാര്യതയാണ്. ഇതെല്ലാമാണ് വീടെന്ന സ്വപ്നം. ന്യൂ ഇന്ത്യൻ ഗ്ലാസ് ഏജൻസി. Glass, plywood, kitchen cabinet, wide range of interior products. The biggest interior accessory showroom at North Malabar. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. വാർത്തകൾ തുടരുന്നു. പൈക്ക മൈത്രി സാംസ്കാരിക വേദിയും മുള്ളേരിയ ലയൺസ് ക്ലബ്ബും സംയുക്തമായി സുള്യ KVG മെഡിക്കൽ കോളേജുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മെഡിക്കൽ ക്യാമ്പ് പൈക്ക ഗ്രാമത്തിലെ നിരവധി പേർക്ക് ആശ്വാസമായി. പൈക്ക മൈത്രി സാംസ്കാരിക വേദിയും മുള്ളേരിയ ലയൺസ് ക്ലബ്ബും സംയുക്തമായി സുള്യ KVG മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റലുമായി സഹകരിച്ച് ബാലടുക്കയിൽ നടത്തിയ സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ ക്യാമ്പ് ഒരു നാടിനാകെ ആശ്വാസമായി. ബദിയടുക്ക പോലീസ് ഇൻസ്പെക്ടർ RP അനൂപ് കൃഷ്ണ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന സാംസ്കാരിക സംഘടനകൾ നാട്ടിൽ ഐക്യവും സാഹോദര്യവും നിലനിർത്തുമെന്നും സമൂഹത്തിന്റെ നന്മയ്ക്ക് ഇത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. നല്ല രീതിയിൽ ഒരു ജനകീയ കൂട്ടായ്മയായിരുന്നു. ഒരു ജസ്റ്റ് ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് എന്നതിലുപരി യഥാർത്ഥത്തിൽ ഒരു നാടിൻ്റെ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്ന് ഈ കൂട്ടായ്മകളുടെ അഭാവമാണ് പല പ്രശ്നങ്ങളും മനുഷ്യരെ കൊണ്ട് എത്തിക്കുന്നത്. പഴയ കാലങ്ങളിൽ ക്ലബ്ബുകളോ അല്ലെങ്കിൽ സാംസ്കാരിക സംഘടനകളോ എല്ലാം നാട്ടിൽ അടുത്തടുത്ത് ആയി ഉണ്ടാവുകയും കൃത്യമായി ഇടവേളകളിൽ പരിപാടികൾ സംഘടിപ്പിച്ച് കുട്ടികളെയും മുതിർന്നവരെയും എല്ലാവരെയും അതിൽ പങ്കെടുപ്പിച്ച് ആ ഒരു കൂട്ടായ്മയുടെ ഗുണം എന്താണെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് നശിച്ചു തുടങ്ങിയപ്പോഴാണ്, അങ്ങനെയുള്ള കൂട്ടായ്മകൾ ഇല്ലാതായി തുടങ്ങിയപ്പോഴാണ് യഥാർത്ഥത്തിൽ യുവതലമുറ വഴിതെറ്റി തുടങ്ങുന്നത്. മുള്ളേരിയ ലയൺസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് TN മോഹനൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ P ശൈലജ, മൈത്രി പൈക്ക പ്രസിഡന്റ് ഷാഫി ചൂരിപ്പള്ളം, സുള്യ നെഹ്റു മെമ്മോറിയൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ MK രുദ്രകുമാർ, ഡോക്ടർ അനിരുദ്ധ്, അസിസ്റ്റന്റ് പ്രൊഫസർ V ശ്രീധര, മൈത്രി ഭാരവാഹികളായ ഹനീഫ കരിങ്ങപ്പള്ളം, BK ബഷീർ പൈക്ക, ലയൺസ് ക്ലബ്ബ് മുൻ പ്രസിഡന്റ് K ശേഖരൻ നായർ, അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ വിഭാഗങ്ങളിലായി 15ഓളം ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ചു. പ്രദേശത്തെ 200-ലധികം രോഗികൾ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നഴ്സസ് ഡേയുടെ ഭാഗമായി കാസർഗോഡ് ഭീമ ജ്വല്ലറിയിൽ നഴ്സുമാർക്ക് ആദരവ് നൽകി. ജില്ലയിലെ വിവിധ ഹോസ്പിറ്റലിൽ സേവനം നടത്തിവരുന്ന 15ഓളം നഴ്സുമാരെയാണ് ഭീമ ജ്വല്ലറിയിൽ സംഘടിപ്പിച്ച വിപുലമായ ചടങ്ങിൽ ആദരിച്ചത്. മെയ് 12 ഇന്റർനാഷണൽ നഴ്സസ് ഡേയുടെ ഭാഗമായി കാസർഗോഡ് ഭീമ ജ്വല്ലറിയിൽ വിപുലമായ ആദരവ് ചടങ്ങ് സംഘടിപ്പിച്ചു. ജില്ലയിലെ വിവിധ ഹോസ്പിറ്റലിൽ സേവനം നടത്തിവരുന്ന 15ഓളം നഴ്സുമാരെ ചടങ്ങിൽ ആദരിച്ചു. ഫ്ലോർ സൂപ്പർവൈസർ ഗണേഷ് സ്വാഗതം പറഞ്ഞു. ഷോറൂം മാനേജർ അമർനാഥ് ചടങ്ങിനെക്കുറിച്ച് വിശദീകരിച്ചു. അതിഥികളായി എത്തിയ മാലാഖമാർ വിളക്ക് തെളിയിച്ചതോടെ ചടങ്ങ് ആരംഭിച്ചു. ഭീമ ജ്വല്ലറിയിൽ വനിതാ ജീവനക്കാർ നഴ്സുമാർക്ക് സിൽവർ മെഡൽ നൽകി ആദരിച്ചു.
താങ്ക് യു. മാർക്കറ്റിംഗ് മാനേജർ ശ്രീജിത്ത് നഴ്സുമാർക്കുള്ള സ്പെഷ്യൽ ഡിസ്കൗണ്ട് കാർഡായ ഏഞ്ചൽ കാർഡ് അവതരിപ്പിച്ചു. സെയിൽസ് എക്സിക്യൂട്ടീവ് വിജയലക്ഷ്മി, മാർക്കറ്റിംഗ് സൂപ്പർവൈസർ പവൻകുമാർ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ചടങ്ങിൽ ക്ഷണം സ്വീകരിച്ചെത്തിയ നഴ്സുമാർക്ക് ഫ്ലോർ സൂപ്പർവൈസർ മനോജ് നന്ദി അറിയിക്കുകയും ചെയ്തു. ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. നഴ്സുമാർക്കുള്ള ഈ സ്നേഹാദരവ് നൽകിയത് ഭീമ ജ്വല്ലറിയുടെ മികവാർന്ന മറ്റൊരു വ്യത്യസ്തതയാർന്ന പരിപാടിയായി മാറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലേബർ കോഡ് ചട്ടം ഓർഡർ ഇറക്കിയ കേന്ദ്ര സർക്കാർ നയത്തിൽ പ്രതിഷേധിച്ച് CITUവിൻ്റെ നേതൃത്വത്തിൽ ലേബർ കോഡ് ചട്ടത്തിൻ്റെ കോപ്പി കത്തിച്ചു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ലേബർ കോഡ് ചട്ടത്തിന്റെ പകർപ്പ് കത്തിച്ചു. സംസ്ഥാന സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. യുദ്ധം വന്നു, ഗ്യാസിന്റെ വില കൂടി, എല്ലാ സാധനത്തിനും വില കൂടി, കിട്ടുന്ന തൊഴിലാളിക്ക് കിട്ടുന്ന വരുമാനം 16,000 രൂപയാണ്, അല്ലെങ്കിൽ 14,000 രൂപയുടെ ഒരു മാസം. അതുകൊണ്ട് ഗ്യാസ് വാങ്ങാൻ സാധിക്കുന്നില്ല. സ്വന്തം മനസ്സിന് വേദന പറ്റിയപ്പോൾ തൊഴിലാളി റോഡിലിറങ്ങി ഇപ്പോൾ സമരമാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, രാജ്യത്തെ പണിയെടുക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളും ഒറ്റക്കെട്ടായി മുന്നോട്ട് വന്നാൽ മോഡി ഈ നിയമം പിൻവലിക്കാൻ നിർബന്ധിക്കപ്പെടും. M ലളിത അധ്യക്ഷത വഹിച്ചു. AR ധന്യവാദ്, P ജാനകി, PV കുഞ്ഞമ്പു എന്നിവർ സംസാരിച്ചു. K രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ഉദുമ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലേബർ കോഡ് വിജ്ഞാപനം കത്തിച്ചു. ചട്ടഞ്ചാലിൽ ജില്ലാ ജനറൽ സെക്രട്ടറി P മണിമോഹനൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് T നാരായണൻ, ഏരിയ സെക്രട്ടറി E മനോജ് കുമാർ, E കുഞ്ഞിക്കണ്ണൻ, ആഷിഖ് മുസ്തഫ എന്നിവർ സംസാരിച്ചു. അജാനൂർ രാമഗിരിയിൽ ലേബർ കോഡുകൾ കത്തിച്ച് പ്രതിഷേധ പ്രകടനം നടത്തി. CITU പഞ്ചായത്ത് സെക്രട്ടറി K ചന്ദ്രൻ നേതൃത്വം നൽകി. കരുണാകരൻ ചാമുണ്ടിക്കുന്ന്, പ്രകാശൻ കുന്നുപാറ, ബാലകൃഷ്ണൻ, ഉഷ ദിനേശ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. റഹ്മ ഹാജി സംഗമവും പ്രാർത്ഥനാ സദസ്സും സംഘടിപ്പിച്ചു. ആറങ്ങാടി ടൗൺ ഇമാം ഹാമിൽ ഷഫീഖ് റഹ്മാനി ഉദ്ഘാടനം ചെയ്തു. പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ കുടുംബസമേതം പോകുന്ന റഹ്മ സെന്റർ കൺവീനർ AK മുഹമ്മദ്, KSEB എഞ്ചിനീയർ MK സത്താർ എന്നിവർ ഉൾപ്പെടെ ഈ വർഷത്തെ പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ പോകുന്ന ഹജാജിമാർക്കുള്ള യാത്രയയപ്പും പ്രാർത്ഥനാ സദസ്സും ആറങ്ങാടി ടൗൺ ഇമാം ഷഫീഖ് റഹ്മാനി ഉദ്ഘാടനം ചെയ്തു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വിളികൾക്ക് ഉത്തരമെന്നോണം ആ വിളി കേട്ട ഉമ്മയുടെ ഗർഭാശയത്തിലുള്ള ആരെയും ആ വിളി കേട്ടിട്ടുണ്ടെങ്കിൽ അവിടെ എത്തിച്ചെല്ലും എന്ന് തന്നെയാണ് പ്രമാണങ്ങൾ.
ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ കൊതിക്കുന്ന ഒന്നാണ് അവിടെ ഒന്ന് പോകണം. ആ കഅബത്തിൽ ചെന്ന് ഒരു തവാഫെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കണം. പിന്നാലെ ഹബീബിന്റെ ആചാരത്തിൽ നിന്ന് സലാമെങ്കിലും പറയണം. ഇതൊക്കെ നമ്മുടെ ആഗ്രഹമാണ്. അള്ളാഹു അതിൻ്റെ വഴികളൊക്കെ നമുക്ക് ഒരുക്കി തീരുമാനിക്കട്ടെ. പ്രിയമുള്ള വിനയങ്ങളെ, പരിശുദ്ധ ഇസ്ലാമിൻ്റെ 5ാമത്തെ കാര്യങ്ങളാണല്ലോ ഹജ്ജ് ചെയ്യുക എന്നുള്ളത്. ഹജ്ജാജിമാരോട് എപ്പോഴും പോകുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ഒരുപാട് നമ്മുടെ ആവലാദികളും വേവലാദികളും നമ്മുടെ മൗഫിറത്തിന് വേണ്ടിയിട്ടൊക്കെ അവരോട് നമ്മൾ ഉണർത്തും. മനുഷ്യ ജീവിതത്തിന് സകല തിന്മകളും വെടിഞ്ഞ് ഹജ്ജ് കർമ്മത്തിന്റെ പവിത്രതയും പുണ്യവും പൂർണ്ണമായും ഉൾക്കൊണ്ട് ഹാജിമാർ പുതിയ മനുഷ്യരായി രൂപാന്തരപ്പെടണമെന്ന് ഷഫീഖ് റഹ്മാനി പറഞ്ഞു. അർ-റഹ്മ സെന്റർ ചെയർമാൻ ബഷീർ ആറങ്ങാടി ചടങ്ങിൽ അധ്യക്ഷനായി. തോയമ്മൽ ഇമാം മുഹമ്മദ് അബ്ദുല്ല ഹുദവി പ്രഭാഷണം നടത്തി. കൺവീനർ MK അഷ്റഫ് കോട്ടക്കുന്ന്, CH അബ്ദുൽ ഹമീദ് ഹാജി, T ഖാദർ ഹാജി, C അബ്ദുല്ല ഹാജി, T റംസാൻ, T അബ്ദുൽ അസീസ്, MK ലത്തീഫ്, അലങ്കാർ അബൂബക്കർ ഹാജി, റഷീദ് തോയമ്മൽ, ഇബ്രാഹിം പള്ളിക്കര, റസാഖ് ആറങ്ങാടി, ഇക്ബാൽ ഹാജി കുശാൽ നഗർ, റഫീഖ് നിലാങ്കര, ആബിദ് ആറങ്ങാടി, അബു സാലി, T അഷ്റഫ്, MK സത്താർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരു ഇടവേള കൂടി. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട് എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. ദ മാജിക്കൽ ബോണ്ട് ബിറ്റ്വീൻ മീ ആൻഡ് മൈ ഹോം. D&G ഫർണിച്ചർ ആൻഡ് ഇന്റീരിയേഴ്സ്, അതിനാൽ കാഞ്ഞങ്ങാട്. ഫർണിഷ് യുവർ ഹോം, ഫർണിഷ് യുവർ ലൈഫ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467222070. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡിവിനിറ്റി. ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ജിംഗിൾസ്. ഓരോ 3000 രൂപയുടെ പർച്ചേസിനും 500 രൂപയുടെ ഫ്രീ പർച്ചേസ്. വധൂവരന്മാർക്കായി അണിഞ്ഞൊരുങ്ങാൻ വെഡ്ഡിംഗ് ഫെസ്റ്റ്. വെഡ്ഡിംഗ് പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നൽകുന്നു 100% ക്യാഷ് ബാക്ക്. ഇമ്മാനുവൽ സിൽക്സ് വിദേശ മലയാളികൾക്കായി ഒരുക്കുന്നു NRI ഫെസ്റ്റിലൂടെ നേടാം ആകർഷകമായ ഓഫറുകൾ. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാക്കാൻ പുത്തൻ സ്റ്റോക്കുകളുമായി വൈവിധ്യങ്ങളായ സാരികൾ, യൂണിഫോം സാരികൾ, ലേറ്റസ്റ്റ് ലേഡീസ് വെയർ, ന്യൂ ട്രെൻഡുകളിലുള്ള കിഡ്സ് കളക്ഷനുകൾ, ജെന്റ്സ് വെയറുകൾ തുടങ്ങിയവ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ എക്കണോമി സെക്ഷനിൽ ബൈ 1 ഗെറ്റ് 1 ഓഫറുകളും 99 രൂപ മുതൽ 999 രൂപ വരെയുള്ള വസ്ത്രങ്ങളും. ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കൂ. ഇമ്മാനുവൽ സിൽക്സ്, മെഗാമാൾ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരട്ടി ആൻഡ് പട്ടാമ്പി. വാർത്തകൾ തുടരുന്നു. കോട്ടച്ചേരിയിൽ 199 രൂപയുടെ മഹാത്ഭുത മേള ആരംഭിച്ചു. എക്സിബിഷൻ വർക്കേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മേള നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. എക്സിബിഷൻ വർക്കേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് മെട്രോ പ്ലാസ ഗ്രൗണ്ടിലാണ് 199 രൂപയുടെ മഹാത്ഭുത മേള നടക്കുന്നത്. മേളയുടെ ഉദ്ഘാടനം വാർഡ് കൗൺസിലർ സേതുവിന്റെ അധ്യക്ഷതയിൽ നഗരസഭാ ചെയർമാൻ VV രമേശൻ നിർവഹിച്ചു. കാഞ്ഞങ്ങാട് നഗരത്തിൽ ഇന്നു മുതൽ 199 രൂപയുടെ സാധനങ്ങൾ നമുക്ക് വീടുകളിൽ അത്യാവശ്യമുള്ള പല ഗൃഹോപകരണങ്ങളും ചെറിയ വിലക്ക് ലഭിക്കാനുള്ള സൗകര്യം കാഞ്ഞങ്ങാട് ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. കാഞ്ഞങ്ങാട് പ്ലാസ ഗ്രൗണ്ടിൽ സെഞ്ചുറി ടെക്സ്റ്റൈൽസിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലത്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതുപോലുള്ള വ്യാപാരമേള സംഘടിപ്പിച്ച് അതിൻ്റെ അസോസിയേഷൻ എന്ന നിലയിൽ തന്നെ അവർ കാഞ്ഞങ്ങാട് തിരഞ്ഞെടുക്കുകയും കാഞ്ഞങ്ങാട് ഇന്നു മുതൽ വ്യാപാരമേള എന്ന നിലയിൽ തന്നെ അവർ ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാവരും സഹകരിക്കുക. നമ്മുടെ കാഞ്ഞങ്ങാടിൻ്റെ വ്യാപാര മേഖല ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കാൻ
ഈ മേള ഏറെ ഉപകാരപ്രദമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ വിജയാശംസകളും നേരുന്നു. ആദ്യ വിൽപ്പന വൈസ് ചെയർപേഴ്സൺ ലതാ ബാലകൃഷ്ണൻ നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MP ജാഫർ, സുമതി M, ഫൗസിയ ഷെരീഫ്, മുഹമ്മദ് അലി, അബ്ദുൾ റഹ്മാൻ എന്നിവർ ആശംസകൾ നേർന്നു. AB ഫ്രാൻസിസ് സ്വാഗതവും ഹക്കീം മണ്ണാർക്കാട് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള ദിനേശ് പിടി സഹകരണ സംഘം വെള്ളിക്കോത്ത് ബ്രാഞ്ചിൽ നിന്നും വിരമിക്കുന്നവർക്കുള്ള യാത്രയയപ്പ് ചടങ്ങ് നടന്നു. P. കാർത്യായനി, C. സരള, A. തമ്പായി എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. കേരള ദിനേശ് BD സഹകരണ സംഘം വെള്ളിക്കോത്ത് ബ്രാഞ്ചിൽ നിന്നും 33 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന P. കാർത്യായനി, 40 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന C. സരള, 38 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന A. തമ്പായി എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. വെള്ളിക്കോത്ത് നടന്ന യാത്രയയപ്പ് അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി ഉദ്ഘാടനം ചെയ്തു. K. ശോഭ അധ്യക്ഷത വഹിച്ചു. സംഘം പ്രസിഡന്റ് P. കാര്യമ്പു ഉപഹാര വിതരണം നടത്തിക്കൊണ്ട് സംസാരിച്ചു. 42,000 തൊഴിലാളികളെ വെച്ചുകൊണ്ട് അവസാന ഘട്ടത്തിൽ 42,000 തൊഴിലാളികളെ വെച്ചുകൊണ്ട് പുതിയ ആളുകളെ എടുക്കാതെ വൈവിധ്യവൽക്കരണത്തിൻ്റെ പാതയിലൊക്കെ തന്നെ മുന്നേറിക്കൊണ്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ്. 1995 അവസാനമായി നമ്മുടെ തൊഴിലാളികളെ എടുത്തത്. അങ്ങനെ 1995 മുമ്പ് എടുത്ത തൊഴിലാളിയാണ് നമ്മുടെ ഇവിടുത്തെ ഇപ്പോൾ കാർത്യായനി. പിരിഞ്ഞ് പോകുന്ന തൊഴിലാളി 93 ജോലിയിൽ പ്രവേശിച്ചത്. സരളയാണെങ്കിൽ 40 വർഷം. അങ്ങനെ വരുമ്പോൾ 18 വയസ്സിൽ തന്നെ ജോലിക്ക് കയറിയ ഒരു തൊഴിലാളിയാണ്. 40 വർഷത്തെ ജോലിയാണ് സരള ഇവിടെ ചെയ്തിട്ടുള്ളത്. തമ്പായി 38 വർഷം ജോലി ചെയ്തു. M. പൊക്ലൻ, PP. തങ്കമണി, ചെറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ, T. ബാബു, നിഖിൽ, V. ഗിനീഷ്, P. രാധാകൃഷ്ണൻ, AV സഞ്ജയൻ, കാർത്യായനി എന്നിവർ സംസാരിച്ചു. P. കാർത്യായനി, C. സരള, A. തമ്പായി എന്നിവർ മറുപടി പ്രസംഗം നടത്തി. M. ഓമന സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാതയിൽ ചെറുവത്തൂർ മട്ടലായിൽ കാണപ്പെട്ട വിള്ളൽ പ്രത്യേക ഉദ്യോഗസ്ഥ സംഘം പരിശോധന നടത്തി. സംഭവത്തിൽ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. പ്രതിഷ്ഠിത വരനരികിൽ പ്രഫുല്ലയ്ക്കും അന്ത്യനിദ്ര. മകളുടെ അന്ത്യാഭിലാഷം നിറവേറ്റി കുടുംബം. കാസർഗോഡ് കീതൂർ കുണ്ടെങ്കരടുക്കയിലെ വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കാണപ്പെട്ട പ്രതിഷ്ഠിത വധു പ്രഫുല്ലയുടെ മൃതദേഹം തമിഴ്നാട് തിരുനെൽവേലി വള്ളിയൂർ ഗ്രാമത്തിൽ സംസ്കരിച്ചു. പാചകവാതക വില വർധനവിനെതിരെ INTUCU കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. INTUCU ജില്ലാ പ്രസിഡന്റ് PG ദേവ് ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ നിന്നും ഉജ്ജ്വല വിജയം നേടിയ LDF സ്ഥാനാർത്ഥി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുത്തി വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി. കാഞ്ഞങ്ങാട് നഗരസഭ തീർത്ഥങ്കര 28-ാം വാർഡിൽ മഴക്കാല പൂർവ്വ ശുചീകരണം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരത്തെ ഹൊസങ്കടി ആനക്കൽ പ്രധാന റോഡ് യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. റോഡിന് ഇരുവശവുമുള്ള വൻമരങ്ങളും അവയുടെ ചില്ലകളും അപകടകരമായ രീതിയിൽ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നതാണ് യാത്രക്കാരെ ഭീതിയിലാഴ്ത്തുന്നത്. ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം നൽകുന്നതിന്റെ ഭാഗമായി കേരള വിഷന്റെ നേതൃത്വത്തിൽ ടെക്നിക്കൽ സെമിനാർ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിൽ വെച്ച് നടന്ന സെമിനാർ കേരള വിഷൻ ഡയറക്ടർ M. ലോഹിതാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.